പടവിനും തേപ്പിനൊക്കെ പോകണ ആളുകൾ ചളിൻ്റെ ആയിക്കോട്ടെ, ചളി നൈസാണോ? ചളിക്കൊന്നും കുഴപ്പമില്ല നിസ്കരിക്കുന്നവർക്ക്. ചളിയിലും നിസ്കരിക്കുക. ചാണകമല്ലേ ഞാൻ മതി. ഇനി ചാണകം ഉണ്ടെങ്കിൽ മാലിക്കി മധുബിൽ അതും ശുദ്ധിയാണ്. മധുബൊന്ന് മാറ്റിയാൽ മതി. അപ്പോൾ മാലിക്കി മധുബ് അനുസരിച്ച് തിന്നപ്പെടുന്ന ജീവികളുടെ കാഷ്ടം നൈസല്ല. പോത്തിൻ്റെ, എരുമൻ്റെ, പജ്ജിൻ്റെ, കോയിൻ്റെ ഒന്നും പൂച്ചൻ്റെ ഒന്നും അതിൻ്റെ ഒക്കെ ഏതുള്ളൂ. തിന്നാത്ത മൃഗങ്ങളുടെ മാത്രമേ ഇരുന്നുള്ളൂ. അറിഞ്ഞിരുന്നോളി. ആണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ ചെയ്യാം. ഒരുത്തം വളക്കുച്ചിലൂടെ വീണ് കുടുങ്ങി കിടക്കുകയാണ് ഒരാൾ. മാലിക്കി മധു അനുസരിച്ച് അവിടെ നിസ്കരിക്കുവാന് വളക്കുച്ചിന്ന് എന്താക്കാം? അറിഞ്ഞിരിക്കണ നല്ലതാ. എത്ര വിശാലാണ് മധു പറയുങ്ങൾ. സൗദി അറേബ്യയിൽ ഒരു വിശ്വാസം ഇല്ലാത്ത നിസ്കാരം കേട്ടോ. ഒരു വക വിശ്വാസമില്ല. പണിക്കൊല്ലം അവിടെ നിന്ന് ഹറമ്പിലൊക്കെ പണിക്കാരുണ്ട്. ആ കമ്പിൻ്റെ മുകളിൽ നിന്നൊക്കെ നിസ്കരിക്കുന്നത്. അവിടെ അങ്ങനെ വാർക്കണേക്കാരോ കമ്പിയൊക്കെ ഇങ്ങനെ ഫിറ്റ് അപ്ലൈക്കാരും വാങ്ങി കൊടുക്കൽ. അപ്പോൾ ഒതെടുത്തണോ ഇല്ലയെന്ന് അറിയില്ല. അവിടെ നിന്ന് താമം ചെയ്താൽ എന്താ അറിയില്ല. അങ്ങോട്ട് കിവറൊക്കെ കിട്ടണതാണ്. ആ ജമായത്തേക്കാട് കൂടുകയാണ്. എന്നമാർക്ക് നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഇവിടെയൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ എന്താ അറിയങ്ങൾ അങ്ങോട്ട് നടക്കും പരിപാടികൾ. അവിടെ വസ്വാസമില്ല, കാര്യങ്ങളില്ല. നമുക്ക് കുറേ വസ്വാസം കൊണ്ടാണ് കുറേ നിസ്കാരങ്ങൾ. പഠിച്ചോനെ പെണ്ണുങ്ങളൊക്കെ ഒരു നിസ്കാര കുപ്പായം കൊണ്ടുവന്നാൽ അത് കേൾക്കി തിരുമ്പാതെ നിസ്കരിക്കാൻ പറ്റില്ല. അവർക്ക് ആരെയും തൊട്ടിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നത്. സോട്ട് നിസ്കരിക്കണം എന്നാണ്, ചെരുപ്പിട്ട് നിസ്കരിക്കണം എന്നാണ്. ചെരുപ്പിട്ട് നിസ്കരിക്കണം എന്നാണ് എന്ന് പേര് മത്തിനോട് പറഞ്ഞു. അതിന് വിശദീകരണമാണ് പിന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. അത് വേണ്ട, ചെരുപ്പുകൊണ്ട് വെച്ചാൽ മതി. അതാണേ, അത് ഭയങ്കര ചർച്ചയാണ് കിതാബിലൊക്കെ. നമുക്ക് അങ്ങനത്തെ വസ്വാസങ്ങളൊന്നുമില്ല. എന്നവർക്ക് മണ്ണിലിരുന്നവരൊക്കെ ചെയ്തീനി എന്നുള്ളതാണ്. സ്വയാബത്തൊക്കെ മണ്ണിലാണ് നെറ്റി വെച്ചിന്. മണ്ണിൽ ഇപ്പം ഷിയാക്കളൊക്കെ ഒരു കട്ടുണ്ടൊക്കെ ഉണ്ടല്ലോ. ഓലെ ഞാൻ തന്നെ പറയുന്നതാണ്. മണ്ണിലാണ് സ്വയാബത്തൊക്കെ നെറ്റി വെച്ചിന്. അതുകൊണ്ട് ഈ മുസല്ലയിൽ പരവതാനിയിൽ ഒരു കട്ട വെച്ചിട്ട് ഞങ്ങൾ വെക്കണതിൻ്റെ കാരണം അതാണെന്നാണ് ഷിയാക്കൾ പറയണത്. അപ്പോൾ അതൊക്കെ കേട്ടെ, അതൊക്കെ ഒരു ചർച്ച ഉണ്ട്. ചളിയുണ്ട്, പൊടിയുണ്ട്, വൃത്തിയില്ല, വിയർപ്പുണ്ട്. ഇതൊന്നും കാരണമല്ല. അതൊക്കെ നല്ലതാണ്. വൃത്തിയാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. അത് അപ്പം അത്ര സമയത്ത് അങ്ങനെ ചെയ്യാം. ഇങ്ങനത്തെ കെണിയിൽ പെട്ടാൽ അപ്പോൾ അങ്ങനെ ചെയ്യാം. നിസ്കരിക്കുക.